സുവിശേഷം ശ്രമിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ശബ്ദപരിധിയിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും എന്റെ സുഹൃത്തുക്കളെയും എന്നോടൊപ്പം കടന്നുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരെയും പ്രിയ മാതാപിതാക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭമായി അറിയിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന ഈ മാങ്കുളത്തിന്റെ പ്രദേശത്ത് ഞാൻ പഠിച്ച കലാലയത്തിന്റെ അരികിൽ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ എന്റെ ജീവിതത്തിൽ അത് ദൈവം ഒരിക്കൽ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഈ വൈകുന്നേര സമയത്ത് നിൽക്കുമ്പോൾ പ്രാരംഭത്തിൽ ഓർമ്മിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മതത്തിന്റെ വക്താക്കളായിട്ടല്ല ഞങ്ങളത് നിൽക്കുന്നത്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ധന്യനായ പൗലോസ്ലീഹയോട് അധികാരികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ മതത്തിന് എല്ലായിടത്തും എതിര് പറയുന്നു. നിന്റെ ഈ മതം എന്താ? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാനൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സായം സമയം മതത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ പൗലോസിന് പറയാനുള്ള മറുപടിയിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ, ഞാൻ നിൽക്കുന്നത് ഒരു മതത്തിന്റെ വക്താവായിട്ടല്ല, ഇതൊരു മാർഗമാണ്. ഒരു മാർഗത്തിന്റെ വക്താവായിട്ടൊക്കെ ഞാൻ നിൽക്കുന്നത്. അനശ്വരനായ ദൈവത്തിന്റെ അവനീത വെളിപ്പാടാണ് യേശുക്രിസ്തു. കാലത്തിന്റെ തക്ക സമയത്ത് പ്രോദ്ഘാടനം ചെയ്ത ക്രൈസ്തവ മഹാപ്രസ്ഥാനം അന്ധതയിലും അജ്ഞതയിലും ആവക്തരായി അതിന്റെ അജ്ഞാത ഗർഭങ്ങളിലേക്ക് ആണ്ടുപോയിരിക്കുന്ന അനേകായിരങ്ങളെ അവനീ മുഖത്ത് പ്രകാശത്തിന്റെ പൊൻകിരണങ്ങൾ നൽകി, പ്രത്യാശയുടെ പുതുനാമ്പുകൾ നൽകി ഇന്നും മുന്നോട്ട് നയിക്കുന്ന മാർഗം ക്രിസ്തുവിന്റെ മാർഗം. ആ മാർഗത്തിന്റെ വക്താവായിട്ട് ഞങ്ങൾ നിന്ന് ചില നിമിഷങ്ങൾ ആ ദൈവത്തെക്കുറിച്ച്, ആ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് തുറന്നുള്ള ചില നിമിഷങ്ങൾ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ സ്വാഗതം ക്ഷണിക്കുന്നു. അല്പ സമയത്തെ ദൈവവചന ധ്യാനത്തിന് ചിന്തകൾക്ക് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തിരുവചന വാക്യം വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്കറിയാം, അനേക മഹാന്മാരുടെ രചനകൾ നാം വായിച്ചിട്ടുള്ളവരാണ്, അനേക പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുള്ളവരാണ്. നമുക്കറിയാം, ഈ ലോകത്തിന്റെ കൃതികളും എഴുത്തുകളുമെല്ലാം മനുഷ്യനെ ചിരിപ്പിക്കാറുണ്ട്, ചിലപ്പോൾ ചിന്തിപ്പിക്കാറുണ്ട്, ചിലപ്പോൾ കരയിപ്പിക്കാറുണ്ട്. എന്നാൽ വേദനയുടെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അകത്ത് അവന്റെ വേദനയെ അകറ്റി പ്രത്യാശയുടെ ഒരു പുതുനാമം പകരാനോ, അവന്റെ രോഗക്കിടക്കി അവനൊരു സൗഖ്യം പകർന്ന് അവന്റെ ജീവിതത്തെക്കുറിച്ചൊരു പുതിയ പ്രത്യാശ നൽകാനോ മഹാന്മാരുടെ കൃതികൾക്കൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അത് നിങ്ങളെ അല്പം ചിരിപ്പിച്ചെന്നിരിക്കാം, ഒരുപക്ഷെ അത് നിങ്ങളെ അല്പം ചിന്തിപ്പിച്ചെന്നിരിക്കാം, ഒരുപക്ഷെ അല്പം അത് നിങ്ങളെ കരയിപ്പിച്ചെന്നിരിക്കാം. ലിയാ ടോൾസ്റ്റോയുടെ അന്നാ കരീനയും കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റലും വില്യം ഷേക്സ്പിയറിന്റെ ഒതല്ലോയും ചങ്ങമ്പുഴയുടെ രമണനും കുമാരനാശാന്റെ വീണപ്പൂവും സുകുമാർ അഴീക്കോടിന്റെ തത്വമസിയും ജെ.കെ. റോളിംഗിന്റെ ഹാരി പോട്ടറും എല്ലാം മനുഷ്യനെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അതെ, ഇതൊന്നും മനുഷ്യനെ മാറ്റിയിട്ടില്ല, ഇതൊന്നും മനുഷ്യന് രൂപാന്തരം നൽകിയിട്ടില്ല. എന്നാൽ നിത്യം നൂതനങ്ങളായ ആശയങ്ങൾ നൽകി ജീവിതത്തിന്റെ വഴിത്താരയിൽ മനുഷ്യനെ മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ഉയർത്തുന്ന ഈ സത്യവേദ പുസ്തകമത്രേ. ഏതെങ്കിലും ഒരു വ്യക്തി മനുഷ്യന്റെ ജീവിതത്തിന്റെ വേദനകൾക്കകത്ത് അവനെ മാറ്റുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, മാനവകുലത്തിന്റെ ഭാവത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് കടന്നുവന്ന് അതേ ഗോൽഗോത്തയുടെ പിരിമാറിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ആകാശത്തിന് ഭൂമിക്ക് കീഴെ അതേ മാനവരാശിയുടെ പാപത്തിന് വേണ്ടി അവസാനത്തുള്ള രക്തം ഊറ്റിത്തന്ന നസ്രയനായ യേശു അത്രേ. ആ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്കാണ് ഞാൻ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടി വായിച്ചത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഇന്ന് പകലിൽ ഏതൊക്കെയോ മേഖലകൾ ഹൃദയം പകർന്നവരായി, ഹൃദയ
ഹൃദയം കലങ്ങിയവരായി വേദനയോടെ ഭാരത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കണമെങ്കിൽ ഇന്ന് ഈ സായം സമയം നിങ്ങളോട് പറയാൻ എനിക്കുള്ള സന്ദേശം ഇതാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അത് യേശു പറയുമ്പോൾ അത് ആരോടാണ് പറയുന്നത്? 3.5 വർഷം തന്റെ കൂടെ നടന്ന ശിക്ഷകണത്തോടാണ് യേശു പറയുന്നത്. എന്തുകൊണ്ടാണ് യേശു അത് പറയുന്നത്? യേശു താൻ അതേ കാൽവരി ക്രൂശിലേക്ക് മാനവരാശിയുടെ പാപവും പേറി കടന്നു പോവുകയാണ്. അവനൊരു പരമയാഗമായി തീരുവാൻ പോവുകയാണ്. ഇത് മനസ്സിലാക്കി യേശു തന്റെ ശിഷ്യന്മാർ ചിതറി ഓടുമെന്നും അവർക്ക് ഭാരമുണ്ടാകുമെന്ന് പറഞ്ഞ് അവരോട് പറയുകയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോൾ താൻ അതിവേദനയിലായപ്പോഴും തന്റെ ശിഷ്യന്മാരെ കുറിച്ച് കരുതിയ ഒരു നല്ല നാഥൻ, ആ നാഥൻ ഇന്ന് ഈ സായം സമയം നിങ്ങളോടും പറയുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഏതൊക്കെയോ വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെട്ടായിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഒരുപക്ഷെ ഈ 2019, 20, 21 കാലഘട്ടത്തിനകത്ത് വലിയ പ്രതീക്ഷകളോട് നിങ്ങൾ ആരംഭിച്ച പല സംരംഭങ്ങളും പൂട്ടിപ്പോയ അവസ്ഥ വന്നപ്പോൾ, പല സംരംഭങ്ങളും പരാജയപ്പെട്ടു പോയപ്പോൾ, പ്രതീക്ഷകൾക്ക് വിപരീതമായി കോവിഡ് എന്ന മഹാമാരി ലോകരാജ്യങ്ങളെ കാർന്നു വന്നപ്പോൾ, അതിന്റെ മധ്യത്തിനകത്ത് ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ബിസിനസ്സുകൾ തകർന്ന് ജീവിതത്തോട് പോലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഇന്ന് ഈ വൈകുന്നേര സമയം നിങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ വചനത്തെ അത്രേ ഇവിടെ ഞങ്ങൾ ഉയർത്തുന്നത്. ആ പ്രതീക്ഷ അത്രേ യേശു, ആ യേശുവിന്റെ സ്നേഹത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. ഗെന്നസരേ തടാകത്തിന്റെ തീരത്ത് ഒരു യൗവനക്കാരൻ നിൽക്കുകയാണ്. രാത്രി മുഴുവൻ അവൻ അധ്വാനിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു. എന്നാൽ രാത്രിയിലെ അധ്വാനം കൊണ്ട് ഒരു പ്രയോജനവുമില്ലാതെ ആകുലതയോടെ ഭാരത്തോടെ തകർന്ന ഹൃദയത്തോടെ ആ യൗവനക്കാരൻ അവിടെ നിൽക്കുക. തനിക്ക് ഭവനത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. കാര്യം, തന്റെ ഭവനത്തിൽ തന്നെ കാത്തിരിക്കുന്ന തന്റെ പ്രിയതമയുണ്ട്, തന്റെ കുടുംബമുണ്ട്. അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ മുക്കുവനായി ചെറുപ്പക്കാരൻ, മീൻപിടുത്തക്കാരനായി ചെറുപ്പക്കാരൻ ഇറങ്ങിയതാണ്. ആ ഗെന്നസരേ തടാകത്തിന്റെ ഓരോ കോണും നന്നായി അറിയുന്നവൻ. പക്ഷെ എന്തോ പ്രതീക്ഷകൾക്ക് വിപരീതമായി ആ രാത്രി തന്റെ അധ്വാനം പ്രയോജനപ്പെട്ടില്ല. പ്രയോജനരഹിതമായി, അത് ശൂന്യമായ പഠനമായി, ശൂന്യമായ ഹൃദയമായി ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ മരണമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗലീലാവ് നടന്നിരിച്ച വിരുമാറിലൂടെ നസ്രീനാഥൻ നസ്രായനായ യേശു നടന്നു വരികയാണ്. യേശു നടന്നു വന്നിട്ട് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ശീമോനെ, നിന്റെ പടക് അല്പസമയം എനിക്ക് വേണ്ടി ഒന്ന് വിട്ടുതരുമോ? ആ യേശുവിനെ കണ്ട ശീമോൻ ആ യേശുവിനെ മാറ്റിക്കളഞ്ഞില്ല. ആ നിരാശ ബാധിച്ച തകർന്ന മനസ്സോടെ നിന്ന ശീമോൻ സന്തോഷത്തോടെ തന്റെ പടക് യേശുവിന് വേണ്ടി വിട്ടുകൊടുത്തു. ആ പടകിൽ യേശു കയറിയിരുന്ന് പുരുഷാരത്തോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുക. ആ വചനം സംസാരിച്ച അനന്തരമായി യേശു ശിമോനോട് പറയുന്ന ഒരു വാക്കുണ്ട്: ശിമോനെ, മത്സ്യബന്ധനത്തിന് വേണ്ടി ആഴത്തിലേക്ക് നിന്റെ പടക് നീക്കി നിന്റെ വലയിറക്കുക. ഇന്ന് രാത്രി ജീവിതമാകുന്ന പടക് പലവിധമായ വിഷയങ്ങൾക്കകത്ത് ഭാരപ്പെട്ട് പലവിധമായ അതേ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഇനി ഒരു സാധ്യതയുമില്ല, എല്ലാം അസ്തമിച്ചെന്ന് ചിന്തിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ നിങ്ങളോട് പറയാൻ എനിക്കൊരു സന്ദേശമുണ്ട്: ശീമോൻ നസ്രീനാഥന് പടക് വിട്ടുകൊടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ പടക് ഇന്ന് ഈ സമയം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ശൂന്യമായ പടകിനെ നിറയ്ക്കാൻ, ശൂന്യമാകുന്ന നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കാൻ, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സന്തോഷത്തെ, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആകുലതകളെ, അത് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ അവസരങ്ങളെ തിരികെ നൽകാൻ അത് ദൈവം വിശ്വസ്തനാണ്. അവൻ നിങ്ങളുടെ ആകുലതകളെ മാറ്റും, അവൻ നിങ്ങളുടെ സന്തോഷം നൽകുവാനായി. അതുപോലെ തന്നെ ഇതാ മറ്റൊരു വ്യക്തി. അവൻ യേശു യെരിഹോവിലൂടെ കടന്നു പോകുന്നത് കേട്ടവന്, അവനെ കാണിച്ചിട്ടാൽ അന്ധനായ മനുഷ്യനാണ്. എന്നാൽ യേശു ഈ വഴി പോകുമെന്ന് അറിഞ്ഞപ്പോൾ അവൻ അടങ്ങിയിരുന്നില്ല. അവൻ വിളിക്കുകയാണ്: യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. എവിടെയോ അവൻ കേട്ടു ഈ യേശു അത് കരുണയുള്ളവനാണ്, ഈ യേശു സ്നേഹമുള്ളവനാണ്, ഈ യേശുവിന് എന്റെ വിഷയത്തിന് പരിഹാരം നൽകാൻ കഴിയും. ആ കേട്ടറിവുണ്ടായിരുന്ന അവൻ ആ ശബ്ദ കോലാഹലത്തിന്റെ ഇടയിലിരുന്നുകൊണ്ട് വിളിക്കുകയാണ്: യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണം. ആ നിലവിളിച്ച കുരുടന്റെ നിലവിളിക്ക് മുമ്പിൽ മാറിപ്പോയതല്ല എന്റെ യേശു. ആ യേശു നിന്ന് ചോദിക്കുക: ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരുപക്ഷെ നിങ്ങൾ ഭവനത്തിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യാപാര സ്ഥാപനത്തിലായിരിക്കാം. എവിടെ നിങ്ങളായിരുന്നാലും നിൽക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് യേശുവേ എന്ന് ഹൃദയം തുറന്നൊന്ന് വിളിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ അരികിൽ വന്ന് അത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് ഈ സായം സമയം ഞാൻ ഉയർത്തുന്ന നസ്രയനായ യേശുവാണ്.
ശീമോൻ യേശുവിന് വേണ്ടി പടകം വിട്ടുകൊടുത്തു. അവന്റെ അവസ്ഥകൾ ദൈവം മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. കുരുടനായ മനുഷ്യൻ അവൻ യേശുവെ എന്ന് ഉറക്കെ വിളിച്ചു. അവന്റെ കുരുടായ അവസ്ഥകളെ മാറ്റി ജീവിതത്തിന് ഒരു പുതുനാമ്പ് ദൈവം നൽകുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് മാത്രമല്ല, അതിൽ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു സ്ത്രീയെ നമുക്ക് അവിടെ കാണാം. അവളുടെ പ്രതീക്ഷയായിരുന്ന അവളുടെ ഭർത്താവ് പെട്ടെന്ന് നിലയാനേരത്ത് മരണം വഴിയായി ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി. ഇനി ഞാൻ എന്തിന് ജീവിക്കണമെന്ന് ജീവിതത്തോട് തന്നെ ചോദിച്ചവൾ മുന്നേറുമ്പോൾ അവൾക്ക് മനസ്സിലായില്ല, മരിക്കാൻ പറ്റത്തില്ല. മകനുണ്ട്, അവനെ വളർത്തണം, അവന്റെ ഉത്തരവാദിത്വം എന്റെ മേലാണ്. ഭർത്താവില്ലാത്ത ലോകത്ത് അവൻ മാന്യനായ ഒരു വ്യക്തിയായി സമൂഹത്തിന്റെ കൊള്ളാകനായി എന്റെ മകനെ വളർത്തിയെടുക്കണമെന്ന് ആശിച്ച് മോഹിച്ച് അവനെ ഓമനിച്ച് ലാളിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ മാതാവ്. കാരണം അവൾ ചിന്തിച്ചു, എന്റെ വാർദ്ധക്യത്തിൽ എനിക്കൊരു അത്താണിയായി മകൻ നിൽക്കും, എനിക്കൊരു ആശ്രയമായി മകൻ നിൽക്കും എന്ന് കരുതി ഓമനിച്ച് ലാളിച്ചവനെ വളർത്തിക്കൊണ്ടുവരിക. അവനൊരു യൗവനക്കാരനായി വളർന്നു. എന്നാൽ ഇതാ പ്രതീക്ഷിക്കാതെ നിലയാ നേരത്ത് മരണം കൊണ്ട് അവനെയും മാടി വിളിച്ചു. ജീവിതത്തിന്റെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു. ഭർത്താവ് നഷ്ടപ്പെട്ടവളായി, മകൻ നഷ്ടപ്പെട്ടവളായി. ഇനി ഞാൻ ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് ചിന്തിച്ച ഒരു മാതാവ് ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി ഇടനെഞ്ചു പൊട്ടി നിലവിളിച്ചുകൊണ്ട് ആ മകന്റെ ശവമഞ്ചത്തിന്റെ ആ യാത്രയുടെ പുറകെ അവൾ കരഞ്ഞുകൊണ്ട് പോകുക. എങ്ങോട്ട്? ഒരു ശ്മശാനത്തിലേക്ക്. ഇതുവരെ മരിച്ചവരെല്ലാം ഒരു ശ്മശാനത്തിന്റെ മൂകതയ്ക്കകത്ത് ഒതുങ്ങിയതേ അവൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ മകൻ, എന്റെ പ്രതീക്ഷയായി എന്ന മകൻ, അവനും ഏതെങ്കിലും മൂകതയ്ക്കകത്ത് ഒതുങ്ങി തീരുമെന്ന് ചിന്തിച്ച് ഇടവെഞ്ചു കൊണ്ട് നിലവിളിച്ചവൾ അനുഗമിക്കുകയാണ്. എന്നാൽ ആ നൈൻ എന്ന പട്ടണത്തെ എതിരേറ്റുകൊണ്ട് ഒരു ജയത്തിന്റെ, ഒരു ജീവന്റെ യാത്ര വരിക. ആ ജീവന്റെ യാത്ര നയിച്ച ജീവനായകന്റെ പേരാണ് നസറേയനായ യേശു. ആ യേശു വന്നിട്ട് അവളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, സ്ത്രീയെ, നീ കരയുന്നത് എന്ന് ചോദിക്കുക മാത്രമല്ല അവൻ ചെയ്യുന്നത്. യേശു ചെന്ന് ആ ശവ മണ്ഡത്തിൽ തൊട്ടു. പ്രതീക്ഷകൾ അസ്തമിച്ച് ഇനി മുന്നോട്ട് സാധ്യതയില്ലെന്ന് പറഞ്ഞ ആ വിഷയത്തിന്റെ അകത്ത് ഒരു ജീവൻ പ്രാപിച്ചു മരിച്ചവൻ ഇതാ മടങ്ങി ജീവൻ പ്രാപിച്ച് പ്രതീക്ഷയായിട്ട് അവരുടെ കരുത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് പ്രതീക്ഷകൾ അസ്തമിച്ച വ്യക്തിയാണോ? ഇനി യാതൊരു സാധ്യതയുമില്ല, ഇനി മുന്നോട്ട് എനിക്ക് പോകാൻ കഴിയത്തില്ല, എന്റെ ജീവിതം കൊണ്ടൊരു അർത്ഥമില്ലെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് ഈ സായം സമയം നിങ്ങളോട് പറയാനൊരു സന്ദേശമുണ്ട്. പലതിനും ശ്രമിച്ചു നോക്കിയില്ലേ? പലർക്കും അവസരം കൊടുത്തു നോക്കിയില്ലേ? ഇന്ന് രാത്രി ഒരു നിമിഷം, ഒരു പ്രാവശ്യം യേശുവിന് നിങ്ങൾക്ക് വേണ്ടി അവസരം കൊടുക്കാനൊന്ന് പറ്റുമോ? യേശുവിന് വേണ്ടി ജീവിതം ഒന്ന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഈ യേശു നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനായിട്ടിടയായിട്ട്. അപ്പോൾ വായിച്ച ആ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വന്ന വേഗത്തിൽ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പലവിധമായ വിഷയങ്ങൾക്കകത്ത്, പലവിധമായ പ്രശ്നങ്ങൾക്കകത്ത് ആകുലപ്പെട്ട ഹൃദയം കലങ്ങിയിരിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. അതെ, പലപ്പോഴും മനുഷ്യർ നമ്മെ ആശ്വസിപ്പിക്കാറുണ്ട്. എന്നാൽ മാനുഷിക വാക്കുകൾക്കൊക്കെ പരിമിതികളുണ്ട്. മനുഷ്യരുടെ ആശ്വാസത്തിനൊക്കെ ഒരു പരിമിതിയുണ്ട്. എന്നാൽ അതേ ആശ്വാസം നൽകാൻ കഴിയുന്ന ഒരുവൻ, ആ യേശു പറയുന്ന വാക്കിലാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ലോകത്തിന്റെ ഒരു മത നേതാക്കളും, ഈ ലോകത്തിന്റെ ഒരു രാഷ്ട്രീയ നേതാക്കളും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ വൈകുന്നേര സമയം ഈ മാക്കുളം പട്ടണത്തിന്റെ അകത്ത് ആശ്വാസ പണം കൊടുത്ത് നേടാമെന്ന് ഒരു വിളംബരം നടത്തിയാൽ, ഇവിടെ അത് നിങ്ങളുടെ പണം കൊണ്ട് ആശ്വാസം, നിങ്ങൾ പണം കൊണ്ടുപോവാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാമെന്ന് ആരെങ്കിലും കൊണ്ടൊന്ന് പ്രഘോഷിച്ചാൽ ആശ്വാസത്തിന് വേണ്ടി ഓടി വരാൻ ഒരുപക്ഷെ ആയിരങ്ങൾ കാണും. പണത്തിനോ കഴിവിനോ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സുഖം ഒരു വിധത്തിലോ ഒന്നും നൽകാൻ കഴിയാത്ത ഒരാശ്വാസം, ഒരു സമാധാനം അത് നൽകുവാൻ കഴിയുന്നത് യേശുവിന്റെ കാര്യം മാത്രമാണ്. ആ യേശു പറയുകയാണ്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതേ യേശു പറയുന്ന വാക്കാണ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു. ലോകം വരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ കലങ്ങരുത്, ഭ്രമിക്കരുത്. അപ്പോൾ ഈ ലോകത്തിനകത്ത് ഏതൊക്കെയോ മേഖലകൾക്കകത്ത് സമാധാനം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അനേക ഭവനങ്ങൾ ഇന്ന് വനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭവനം എന്ന വാക്ക് ഒരുമിച്ച് ഒത്തൊരുമയോടെ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ അവർ ഒരുമിച്ച് സന്തോഷത്തോടെ പോകേണ്ടത് ഭവനം. എന്നാൽ ഭവനത്തിന്റെ മാറ്റി നിർത്തിയാൽ അവിടെ വനമാകുക. വനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വനത്തിന്റെ പ്രത്യേകത ഒന്നൊന്നിന് ആഹാരമായി തീരുക, ഒന്നൊന്നിനെ കടിച്ചു തീരുക. അതാണ് വനത്തിന്റെ പ്രത്യേകത. ഇന്ന് അനേക ഭവനങ്ങൾ വനമായി മാറിക്കൊണ്ടിരിക്കുക. അനേക കുടുംബങ്ങളുണ്ട്. നമുക്കറിയാം, ചില കുടുംബങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതേ ശ്മശാനത്തിന്റെ മൂകതയാണ് കുടുംബങ്ങൾക്കകത്ത്. ഒരു
സെമിത്തേരി സമാനമായ അവസ്ഥകളിലേക്ക് അനേക കുടുംബങ്ങൾക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്തുവാ? അവിടെ ആശയവിനിമയങ്ങളില്ല, ഭാര്യ ഭർത്താവിനോട് സംസാരിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഭാര്യയോട് സംസാരിക്കാൻ കഴിയുന്നില്ല, അപ്പോഴും അതെ അപ്പനും അമ്മയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. എവിടെയൊക്കെയോ കുടുംബം ശിഥിലമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. അതേ തന്നെയായ പൗലോസ്ലീഹ തിമോഥെയോസ് ലേഖനങ്ങളിൽ പറയുന്ന ഒരു വാക്കുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അതെ, എന്നിട്ട് അതിന്റെ താഴേക്ക് ഒരു വിവരണം താൻ കൊടുക്കുക. അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്ത തലമുറ, അജിതേന്ദ്രിയന്മാരായ തലമുറ, അതേ സൽഗുണ ദോഷികളായ തലമുറ, പുതുദോഷം നിരൂപിക്കുന്ന തലമുറ. അപ്പൊ ഇന്നത്തെ കാലഘട്ടം എടുത്ത് നോക്കിയേ, ഏതൊക്കെ മേഖലകൾക്ക് ഏതൊക്കെ രീതിക്കകത്ത തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെയോ പാപത്തിന്റെ ഇനാവള്ളി ചുറ്റുകളാൽ പിടിപെട്ടവർ കിടക്കുക. ഇന്നത്തെ കുഞ്ഞുങ്ങൾ മദ്യത്തിന് അടിമപ്പെട്ട് കിടക്കുക. ആർക്കും അവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഗവൺമെന്റിന് അവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല. അതേ അധ്യാപകർക്ക് അവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്ക് അവരെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് ഈ വൈകുന്നേര സമയം ഏത് അഴിക്കാൻ പറ്റാത്ത കുരുക്കും, ഏത് അഴിക്കാൻ പറ്റാത്ത ബന്ധനവും അഴിക്കാൻ പറ്റുന്ന ഒരുവരുണ്ട്. അവന്റെ പേരത്തെ നസ്രയനായ യേശു. അവന് മാറ്റാൻ കഴിയാത്ത അഡിക്ഷനുകളില്ല. ഏതൊക്കെയോ മേഖലകളുടെ അകത്ത് അഡിക്റ്റഡ് ആയി കിടക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എനിക്ക് അതേ സഹോദര, എനിക്ക് മദ്യപാനം നിർത്തണം ആഗ്രഹമുണ്ട്, പുകവലി നിർത്തണം ആഗ്രഹമുണ്ട്, കുടുംബത്തിൽ സ്നേഹത്തോടെ ഒന്ന് പെരുമാറണം ആഗ്രഹമുണ്ട്, എനിക്ക് കഴിയുന്നില്ലെന്ന് പറയുന്ന വ്യക്തിയാണോ? ഇന്ന് പകലിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശുവേ എനിക്ക് കഴിയില്ല, അങ്ങയുടെ സാന്നിധ്യത്താൽ, അങ്ങയുടെ അതേ ആത്മാവിനാൽ എന്നെ ഒന്ന് മാറ്റണമേ എന്ന് പറഞ്ഞാൽ നിങ്ങളെ രൂപാന്തരം വരുത്തി ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റാൻ ഈ ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ ജീവിതത്തിന്റെ അകത്ത് രൂപാന്തരം വന്നതുകൊണ്ട് ഈ യൗവന പ്രായത്തിൽ ഞങ്ങൾ ഈ ചിത്രം സന്തോഷത്തോടെ ഈ യേശുവിനെ ഉയർത്തുന്നത്. ഞങ്ങളും പാപത്തിന്റെ മ്ലേച്ഛതയ്ക്കകത്ത് ഈ ലോകത്തിന്റെ യൗവനക്കാരെ പോലെ വീണുപോകേണ്ടവരായിരുന്നു. എന്നാൽ വീണില്ല. കാരണം എന്തുവാ? യേശു ഞങ്ങളെ നിർത്തുവാനായിട്ടായി തീർന്നു. യേശുവിന്റെ സ്നേഹം ഞങ്ങളെ പിടിച്ചു. ഇന്നും ഈ വൈകുന്നേര സമയം ഞാൻ പറയട്ടെ, നിങ്ങളെ മാറ്റാൻ കഴിയുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തുന്ന ഈ കറുത്ത പുസ്തകം, ഈ വേദപുസ്തകം